ശ്രീ ജെ ആർ പത്മകുമാർ, ഇവിടെ നേരത്തെ ജിൻഡോ പരോക്ഷമായി സൂചിപ്പിച്ചതുപോലെ വോട്ടിന് കൊണ്ട് കാശ് കൊടുക്കുന്നു, അത് കയ്യോടെ പിടിക്കപ്പെട്ടപ്പോൾ മാധ്യമങ്ങളുടെ മണ്ടയ്ക്ക് കയറൽ, മുല്ലപ്പൂ വെച്ച നിഴൽ പോലെയുള്ള തമാശ പറയൽ, അത് കഴിഞ്ഞ് ആണെന്ന് പറയൽ, സാരി വിതരണം, കിറ്റ് വിതരണം, നേമത്ത് ലിറ്റർ കണക്കിന് മദ്യം പിടിച്ചു എന്ന് പറഞ്ഞ മന്ത്രി ശിവൻകുട്ടിയാണ്. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP ചെയ്തത് എന്താണ് എന്നൊരു പരിശോധന നിങ്ങൾ നടത്തിയോ ജെ ആർ? തീർച്ചയായിട്ടും ഞങ്ങൾ പറഞ്ഞത് വികസിത ഭാരതം എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ വികസിത കേരളം എന്നുള്ളൊരു സങ്കല്പം മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ വികസന രാഷ്ട്രീയമാണ് കേരളത്തിൽ പറഞ്ഞിട്ടുള്ളത്. ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഞങ്ങളുടെ ആ ആശയങ്ങളോട് യോജിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ആയി മുന്നോട്ട് പോയി ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലൊരു വലിയ വിജയവും ഉണ്ടാവും. പക്ഷെ ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങൾക്കറിയാമല്ലോ ഈ BJPയുടെ വളർച്ചയിൽ അല്ലെങ്കിൽ NDAയുടെ വളർച്ചയിൽ ചിലർക്ക് വിഷമമുണ്ട്. രാഷ്ട്രീയം പാർട്ടികളും അതുപോലെ തന്നെ മാധ്യമ കുറേ സുഹൃത്തുക്കൾക്കും NDA അധികാരത്തിൽ വരികയോ അല്ലെങ്കിൽ NDAയിൽ കൂടുതൽ ജനങ്ങൾ വിശ്വാസം അർപ്പിക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള കുറേ കള്ളക്കഥകൾ പ്രചരിപ്പിക്കാറുണ്ട്. എന്തെല്ലാം പ്രചരണങ്ങളാണ് നേരത്തെയൊക്കെ നടത്തിയിട്ടുള്ളത്. ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്കറിയാം രണ്ട് മുന്നണികളുടെയും ഇവിടുത്തെ നമുക്ക് ദേശീയ തലത്തിൽ നോക്കിയാൽ ഒറ്റ മുന്നണിയായി മത്സരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവിടെ വന്നിട്ട് രണ്ട് മുന്നണിയായി. കാര്യം ഇവിടെ ഉണ്ടായിട്ടുള്ള ജനങ്ങൾക്കിടയിലുള്ള ഈ മുന്നണികളുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടുള്ള വെറുപ്പും അകൽച്ചയുമൊക്കെ അത് വേറെ ഏതെങ്കിലും വഴിയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകാൻ വേണ്ടി അത് ഞങ്ങളുടെ മുന്നണിയിലേക്ക് വരണം എന്നുള്ള രീതിയിലുള്ള ചില ഒരു പൊറോട്ട നാടകം ഇവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് മുന്നണികളായി നിന്നുകൊണ്ട് BJP പരാജയപ്പെടുത്താൻ ശ്രമിച്ചിട്ടും അല്ലെങ്കിൽ NDA പരാജയപ്പെടുത്താൻ ശ്രമിച്ചിട്ടും കേരളത്തിൽ ബഹുജന അടിത്തറ ഭാരതീയ ജനതാ പാർട്ടിക്ക് വളർത്തിയെടുക്കാൻ ബഹുജനങ്ങളിടയിലേക്ക് കടന്നു ചെല്ലാനും കാര്യമായിട്ട് വികസന രാഷ്ട്രീയം മുന്നോട്ട് വെച്ചിട്ടുള്ള ആ പ്രസ്ഥാനത്തെ കൂടെ ചേർത്ത് നിർത്താനും ജനങ്ങൾ തയ്യാറായി വന്നപ്പോൾ നടത്തിയിട്ടുള്ള ചില ശ്രമങ്ങളാണ്. ഇപ്പോൾ അത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്, ചില മാധ്യമ സുഹൃത്തുക്കളുണ്ട്. BJPയുടെ വളർച്ചയിൽ NDAയുടെ വളർച്ചയിൽ അവർക്ക് സഹിക്കുന്നില്ല നടത്തിയ നാടകങ്ങളാണ്. അതെങ്ങനെയാണ് പറയാൻ കഴിയും? ഇവിടെ ഒരു വോട്ടർക്ക് കൊണ്ട് പണം കൊടുക്കുന്ന കാര്യം കയ്യോടെ ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ ഫുൾ പ്രൂഫായി കയ്യോടെ പിടിക്കപ്പെടുന്നു. കയ്യോടെ പിടിക്കപ്പെടുന്നത് ഇന്നിപ്പോ അതിൽ ശോഭയുടെ മൊഴി എടുത്തിട്ടുണ്ട്. അത് കയ്യോടെ പിടിക്കപ്പെടുന്നു. കയ്യോടെ പിടിക്കപ്പെടുമ്പോൾ വന്ന് നിഴൽ വെച്ച മുല്ലപ്പൂ വെച്ച നിഴലാണെന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് ആണെന്ന് പറയുന്നു. ഈ പറയുന്ന മാധ്യമങ്ങൾക്കെതിരെ വെറുതെ ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, കോൺസ്പിറസി തിയറി പറയുന്നു. ഇത് കാണുന്ന നാട്ടുകാർക്ക് മനസ്സിലാവില്ല എന്താ യഥാർത്ഥ കൊടുക്കുന്നതോ അല്ല അതിലെ ഒരു ചർച്ച അത് നമുക്കത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ NDAയുടെ സ്ഥാനാർത്ഥിയെ ബന്ധപ്പെടുത്താൻ അതിലൊന്നുമില്ല. നിങ്ങൾ പ്രചരിപ്പിച്ചത് എന്താണെന്നുള്ള കാര്യം ഈ നാട്ടിലെ ജനങ്ങൾ കണ്ടതാണ്. അതിനെ സംബന്ധിച്ച് ഒരു തർക്കത്തിനോ വാദത്തിനോ ഞാൻ വാദിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളത് അംഗീകരിക്കാൻ പോകുന്നില്ല. നിങ്ങൾ പറയുന്ന കാര്യം ഞാനും അംഗീകരിക്കാൻ പോകില്ല. അത് പൊതുസമൂഹത്തിൻ്റെ മുന്നിലുണ്ട്, അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ ഭാഗമാണ്. ഏത് പരാതി വന്നാലും അതിലെ വാദിയുടെയും അല്ലെ പരാതി കൊടുക്കുന്ന ആളുടെയും ആരുടെ പേരിലാണോ ആരോപണം ഉന്നയിക്കുന്നത് അവരുടെ മൊഴിയെടുക്കുന്നതൊക്കെ സ്വാഭാവികം തന്നെയാണ്. വരട്ടെ, നമുക്ക് ഇതുകൊണ്ട് കേരള രാഷ്ട്രീയം അവസാനിക്കാനൊന്നും പോകുന്നില്ലല്ലോ. ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അതിന് കാൻഡിഡേറ്റിനെയോ അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയോ ബന്ധിപ്പിക്കാൻ യാതൊരു കാര്യവുമില്ല. പൈസ കൊടുത്തെങ്കിൽ കൊടുത്തവരും വാങ്ങിയവരും അതിന് മറുപടി പറയട്ടെ. ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുമായി കാര്യവുമില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുടെ കൂടെ വന്ന ആ സ്ത്രീയാണ് സീമ രാജീവാണ് സ്ഥാനാർത്ഥി. അതെ, നിങ്ങൾ തെറ്റായി സീമ രാജീവാണ് കൊണ്ട് പണം കൊടുത്തത്. നിങ്ങൾ പ്രചരിപ്പിക്കുന്ന കാര്യമാണ്. കൂടെ ഉണ്ടായിരുന്ന നിങ്ങളുടെ നേതാവ് സീമ രാജീവാണ് കൊണ്ട് പണം കൊടുത്തത്. എന്നിട്ട് അവരെ അറിയത്തു പോലും ഇല്ല, അതിന്റെ നിഴലായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നാട്ടുകാർ കാണുന്നതും കേൾക്കുന്നതല്ലേ? അങ്ങനെ നാട്ടുകാരുടെ ബുദ്ധിയെ കളിയാക്കാവോ? അല്ലല്ല, സാരി കൊടുക്കുന്നു, തൃശ്ശൂർ എന്താണ് ലക്ഷക്കണക്കിന് കിറ്റ്, നൂറുകണക്കിന് കിറ്റ് പിടിക്കുന്നു. കോൺഗ്രസ് ഇതൊക്കെ കൊടുത്താൽ എന്താണ് കേരളത്തിൽ BJPക്ക് വോട്ട് കിട്ടുമെന്നാണോ BJP ആത്മാർത്ഥമായി കരുതുന്നത്? തെറ്റാണ് JR അങ്ങനെയാണെങ്കിൽ. അല്ല, അത് നിങ്ങളെ ഒരു ആത്മകഥമല്ലേ? നിങ്ങൾ ഈ പറയുന്നതൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? BJP സ്ഥാനാർത്ഥിക്കെതിരെ അവിടെ കേസെടുത്തിട്ടുണ്ടോ? BJPയുടെ ഏജന്റിനെതിരെ കേസെടുത്തിട്ടുണ്ടോ? വെറുതെ ഈ കോൺഗ്രസ് ഉണ്ടാക്കുന്ന UDF ഉണ്ടാക്കുന്ന ആ തിരക്കഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള നിങ്ങളുടെ ഒരു പ്രവർത്തനവും പ്രചരണവും ഉണ്ടല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. NDA എതിർക്കുന്നത് കേരളത്തിലെ LDFോ UDFോ മാത്രമല്ല ചില മാധ്യമ സുഹൃത്തുക്കളും അറിഞ്ഞോ അറിയാതെയോ BJPയുടെ അല്ലെങ്കിൽ NDAയുടെ വളർച്ചയിൽ അല്ലെങ്കിൽ NDAക്ക് ഉണ്ടാകുന്ന ജനപിന്തുണയിൽ അസ്വസ്ഥരാണ്. അത് അവരുടെ പ്രശ്നമാണ്, അത് ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഇന്ന് ഇപ്പോൾ കേരളത്തിലെ ഒരു മൂന്നാം മുന്നണി എന്നുള്ള നിലയിൽ NDA മുന്നോട്ട് വന്നിട്ടുള്ളത്. അത് നമുക്ക് 4-ാം തീയതി കഴിയുമ്പോൾ മനസ്സിലാവും. എത്രമാത്രം കള്ളപ്രചരണങ്ങൾ ഉണ്ടായാലും
ഭാരതീയ ജനതാ പാർട്ടിക്കും NDAക്ക് അനുകൂലമായി ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, ഈ മുന്നണികളുടെ കപട രാഷ്ട്രീയം അല്ലെങ്കിൽ നിലപാടുകൾ ജനങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് 4-ാം തീയതി കാണാൻ കഴിയും. ഇപ്പോൾ എല്ലാ മുന്നണികളുടെ ഉദ്ദേശം BJPക്ക് അക്കൗണ്ട് തുറക്കാൻ പറ്റില്ല, ചിലർ പൂട്ടും, ചിലർ അല്ലാതെ BJPയുടെ വളർച്ചയെ തടസ്സപ്പെടുത്തും അല്ലെങ്കിൽ NDA പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്തുണ്ടായിരുന്നല്ലോ. നമുക്ക് 4-ാം തീയതി വരെ കാത്തിരിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.